വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പോൾ ഇന്ന് എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ തട്ടുകടയിലാണ്. ഇന്ന് അമ്മ ഇല്ല. അമ്മ ഹോസ്പിറ്റലിൽ പോയിക്കാണ് നാത്തൂനെ കൊണ്ട്. അതുകൊണ്ട് അമ്മ ഇന്ന് ലീവാണ് കടയിൽ. അപ്പോൾ ഞാനാണ് ഇന്ന് അമ്മയ്ക്ക് പകരമല്ല ഡ്യൂട്ടിയിൽ. അമ്മയ്ക്ക് പകരം ഏട്ടനാണ് തട്ടുകടയിൽ ദോശ ഇടാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടുപേരെ കൊണ്ട് നമ്മൾ കടയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഞാനും കൂടെ പോവുകയാണ്. എൻ്റെ മക്കളെ കൊണ്ടുവന്ന് എൻ്റെ അമ്മേരെ വീട്ടിലാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തട്ടുകടയിലെ വിശേഷങ്ങൾ കാണാം. നമ്മളെ തട്ടുകടയും നമ്മളെ മലക്കറിക്കടയും നമ്മളെ ഫ്രൂട്ട്സ് കടയും എല്ലാം ഇന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മക്കളെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് ആക്കിയിരിക്കുകയാണ്. അവരെ വിളിച്ചുകൊണ്ട് വേണം ഇനി പോവാം. അവരെ വിളിച്ച് നേരെ പിന്നെ അമ്മേരെ അടുത്തോണ്ട് ആക്കിയിട്ട് വേണം നമുക്ക് കടയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അവരെ വിളിക്കാനാണ് ഫസ്റ്റ് പോകുന്നത് കേട്ടോ. ഇതുവഴിയാണ് അമ്മേരെയൊക്കെ വീട്ടിൽ പോകുന്നത്. ഇതാണ് മാമന്റെ വീട് കേട്ടാ, കുഞ്ഞാറ്റയുടെ വീട്. ഇവിടെ ചവിട്ടിക്കോ. നിങ്ങളെ വീഡിയോ എടുത്ത് പബ്ലിസിറ്റി ചെയ്യാൻ പോണ് ഞാൻ. വരണം എൻ്റെ അമ്മ. ഈ പിള്ളേരെ വഴിതെറ്റിക്കാൻ നിങ്ങൾ ചിക്കൻ മേടിച്ചോണ്ടൊക്കെ വെക്കുകയാണല്ലേ. ചിക്കൻ മേടിക്കാൻ പോയല്ലേ അച്ഛൻ? അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാനോട്ടോ ചിക്കനൊന്നും മേടിക്കല്ലെന്ന്. മതിയായിട്ട് കടയിൽ പോ സമയമായിന്ന്. ടാറ്റ ഓമിനിന്ന് അമ്മേരെ വക നല്ല അടിപൊളി ചക്കയും നല്ല വെള്ള ചമ്മന്തി കണ്ടോ. നല്ല മഴയാണ് കേട്ടോ, അടിപൊളി മഴ. ഇന്ന് കടയ്ക്കലൊക്കെ മിക്കവാറും നല്ല രീതിയിൽ മഴ പെയ്യും. അമ്മ നല്ല ചക്കയൊക്കെ കൊടുത്തിട്ടുണ്ട്. ചക്ക തിന്നാണ് വന്നത് കേട്ടോ. ഏട്ടാ ഒന്നും ഇങ്ങോട്ട്. ആളുള്ളപ്പോൾ എങ്ങനെയാണ് എടുക്കണത്? തിരക്കിൻ്റെ ഇടയിൽ പോയിന്ന് സാധനം കൊടുക്കണ്ടേ? പകലന്തിയോളം കഷ്ടപ്പെടുന്ന എൻ്റെ ഭർത്താവിനെ കണ്ട ഗൈസ്. ഇന്നിപ്പോൾ തിരക്ക് ഇത്ര നേരം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ആളിൻ്റെ ഇടയിൽ വെച്ച് ഫോൺ എടുക്കാൻ പോലും പറ്റാത്ത തിരക്കായിരുന്നു. ഇതാണ് നമ്മളെ കടയിലെ വാഴ സ്റ്റാഫ്. ഇതാണ് നമ്മളെ ഫ്രൂട്ട്സ് കട. ഇത് മലക്കറി കടയാണ്. മലക്കറി കടയിൽ തുറന്നിട്ടില്ല കേട്ടോ, ഫ്രൂട്ട്സ് കട മാത്രമേ തുറന്നു വെച്ചിട്ടുള്ളൂ കണ്ടോ. ഇവിടെ എൻ്റെ അച്ഛനാണ് ഇരിക്കുന്നത് മലക്കറി കടയിൽ. അത് എൻ്റെ അമ്മായി അച്ഛനാണ് അവിടെ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ തട്ടുകട. ഇതാണ് കടയ്ക്കൽ ടൗൺ. ഇതാണ് മല്ലിക. ഇതല്ലേടാ മല്ലിക? ഏട്ടനാണെങ്കിൽ ഇവിടുത്തെ മാങ്ങയെ കണ്ട് അറിഞ്ഞു മാറ്റി ഇപ്പോൾ കൂളാൻ കൊണ്ടുപോകും. എടാ കള്ള, ഇതിപ്പോൾ അച്ഛൻ ഇത് കാണുമായിരുന്നോണ്ട് ഏട്ടാ. ഈ വീഡിയോ രാത്രി കാണുമ്പോൾ നിങ്ങൾക്ക് മാങ്ങ മോഷണമാണ് ജോലിയെന്ന് വിചാരിക്കും. അപ്പോൾ ഇന്നത്തെ തട്ടുകടയിൽ നമ്മളെ കച്ചവടം കഴിഞ്ഞിരിക്കുകയാണ്. കച്ചവടം കഴിഞ്ഞിട്ടുള്ളതാ ഒരു കാഴ്ച ഇപ്പം നിങ്ങൾക്ക് എല്ലാവരും കാണിച്ചു തരാം കേട്ടോ. വന്ന് നോക്കിയാണ് എൻ്റെ ഭർത്താവ് തട്ടുകടയിലെ പാത്രങ്ങളെല്ലാം ഇരുന്ന് കഴുകണുണ്ട്. ഇത്രയും പാത്രങ്ങളുണ്ട് കഴുകാനായിട്ട്. ഇപ്പോൾ സമയം എത്രയായി? സമയം ഇപ്പം 1:20, രാത്രി 1:20. ഇപ്പോൾ അർദ്ധരാത്രി 2:30 മണി. ഒരു പട്ടിക്കുഞ്ഞ് പോലും പട്ടിക്കുഞ്ഞുണ്ട്, ഒരു മനുഷ്യക്കുഞ്ഞ് പോലും എന്താ ഇവിടെ എങ്ങും ഇല്ല കണ്ടോ. ഇതാണോ നമ്മുടെ കടയ്ക്കൽ? കണ്ടോ, ഇതാണോ നമ്മുടെ കടയ്ക്കൽ ഗൈസ്? പറയൂ. നമ്മളതാ ഈ ഒരു കട മാത്രം ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ, ഇതാ കടയെല്ലാം ക്ലോസ് ചെയ്ത് നമ്മളിതാ എല്ലാം ഒമിനിയിലോട്ട് കയറ്റാൻ പോവുകയാണ്. പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ് ഇതാ ഇപ്പോൾ സമയം 3:50, വെളുപ്പാൻ രാവിലെ 3:50.
നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇപ്പോൾ ഇതാ ഇവിടെ ഒന്ന് കയറിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ എന്താണ് ചെയ്യണമെന്ന് അറിയാമോ? കാണിച്ചു തരാം. കടയിൽ ദോശ കഴിച്ചില്ല, ഒരു ഓംലെറ്റ് കഴിച്ചുകൊണ്ട് ഞാനേട്ടന് വന്നിട്ട് വേണ്ട നല്ല ഏട്ടൻ്റെ വന്നിട്ട് നാളെ തട്ടിടലത്തേക്കുള്ള അരി വെള്ളത്തിയിട്ടാണ് ഏട്ടാ. അരി കഴുകി 2 വെള്ളം കളഞ്ഞിട്ട് പിന്നെ 3ാമത്തെ വെള്ളത്തിലങ്ങ് നമ്മൾ കുതിർത്തിട്ടേക്കും. എന്നിട്ട് നാളെ നമ്മളൊരു വെള്ളം കൂടെ കഴുകി കളഞ്ഞിട്ടാണ് അരി ആട്ടുന്നത്. നാരങ്ങച്ചാറ്, അവിയൽ എല്ലാം കൂടിട്ട് കലക്കി വാരി കരിവാട് പൊരിച്ചത് കുടിക്കാൻ ഗൈസ്. വെളുപ്പാൻ ചായ 3 മണിക്ക് 3:50. ഏട്ടാ ഇപ്പം സമയം എത്ര മണിയാണെന്ന് അറിയാമോ? സമയം ഇപ്പം വെളുപ്പാൻ ചായ 3:50. 4 മണിക്ക് പഴങ്കഞ്ഞി കുടിക്കണ ആരെങ്കിലും ഉണ്ടാ? പരിപാടി. കടയിൽ നിന്ന് ദോശ കഴിച്ചില്ല, ഒരു ഓംലെറ്റും കഴിച്ചുകൊണ്ടാണ് നമ്മൾ വന്നത് കേട്ടാ. ഇപ്പോൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ല ചോറും അവിയലും മോരേറിയും ഇരിക്കുന്നുണ്ട്, മാങ്ങ അച്ചാറൊക്കെ. നാരങ്ങ അച്ചാറ് അപ്പം ഇതാണ് തട്ടുകട ലൈഫ്. ഇങ്ങനെയാണ് സാധാരണ അമ്മയേട്ടന് വരാറ് വീട്ടിൽ. ഇതാണ് പഴകഞ്ഞൊന്നും കുടിക്കില്ല കേട്ടാ. ഇന്ന് പിന്നെ ദോശ കഴിക്കാത്തതുകൊണ്ട് ദോശ തീർന്നും പോയി കറിയെല്ലാം തീർന്ന് ദോശ വന്നിട്ട് കഴിക്കാനായിട്ട് വയ്യായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലടിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. സമയമില്ല.